ഓം ശ്രീ മഹാഗണപതി നമ. ഓം ശ്രീ സരസ്വതി നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 1 10ാമത്തെയും അവസാനത്തെയുമായ ശ്ലോകമാണ് ചൊല്ലുന്നത്. ദശകം 1 ശ്ലോകം 10. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാശ്രീ അഖിലവിദസി ന ക്വാപി തേ സംഗവാർത്ത തദ്വാതാകാരവാസിൻ മുരഹര ഭഗവച്ഛബ്ദ മുഖ്യാശ്രയോസി. ഇനി നമുക്ക് ഈ ശ്ലോകത്തിലെ ചുരുക്കത്തിലുള്ള അർത്ഥമൊന്ന് പറയാം. ഈ ശ്ലോകത്തിൽ വിഷ്ണു ഭഗവാനെ ഭഗവാൻ എന്ന വാക്കിന് അർഹനാക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. 6 ഭഗങ്ങൾ ഉള്ളവനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നിവയാണ് 6 ഭഗങ്ങൾ അല്ലെങ്കിൽ 6 ഗുണങ്ങൾ. ഇനി നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. ശങ്കരാദീശ്വര വിനിയമനം, ശങ്കരാദീശ്വര ശ്രീ പരമേശ്വരൻ തുടങ്ങിയ ഈശ്വരന്മാരെ വിനിയമനം നിയന്ത്രിക്കുകയും അവരുടെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഐശ്വര്യം, അത് വിഷ്ണു ഭഗവാനുള്ള ഒരു ഗുണമാണ്. വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം. വിശ്വതേജോഹരാണാം, ഈ ലോകത്തിലുള്ള സകല തേജസ്സിനെയും ഹരിക്കുന്നവരുടെ തേജസ്സിനെയും തോൽപ്പിക്കുന്ന വീര്യമാണ് വിഷ്ണു ഭഗവാൻ ഉള്ളത്. വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം. വിമലം അപി, പരിശുദ്ധമായ യശസ്സാണ് അത്. നിസ്പൃഹൈശ്ച ഉപഗീതം, നിസ്പൃഹർ എന്ന് പറഞ്ഞാൽ യാതൊരു ആഗ്രഹങ്ങളുമില്ലാത്ത നിഷ്കാമന്മാരായ മുനിജനങ്ങളും മറ്റും പാടിപ്പുകഴ്ത്തുന്നു. ഉപഗീതം എന്ന് പറഞ്ഞാൽ പാടിപ്പുകഴ്ത്തുന്നു അവിടുത്തെ പരിശുദ്ധമായ യശസ്സിനെപ്പറ്റി. അപ്പോൾ ഐശ്വര്യം എന്ന ഗുണമായി, വീര്യം എന്ന ഗുണമായി, ഇപ്പോൾ യശസ്. ഇനി അടുത്തതായിട്ട് അംഗാസംഗ സദാശ്രീ. ഈ ഭഗവാന്റെ ശരീരത്തിലെ ഓരോ അംഗങ്ങളിലും ശ്രീ ആയ ലക്ഷ്മി ദേവി സംഗം ചെയ്തിരിക്കുന്നു. സദാ ലക്ഷ്മി ദേവി ഭഗവാന്റെ വക്ഷസ്സിലാണ് വസിക്കുന്നത്. അപ്പോൾ ശ്രീ എന്ന ഗുണവും ഭഗവാനുള്ളതാണ്. അഖിലവിദസി, അഖിലവിദ്, എല്ലാത്തിനെപ്പറ്റിയും അറിവുള്ള ആളാണ് അങ്ങ്, അസി. അപ്പോൾ ജ്ഞാനം എന്ന ഗുണവും ഭഗവാന് അർഹതപ്പെട്ടതാണ്. ന ക്വാപിതേ സംഘവാർത്ത. ന കേട്ടിട്ടേ ഇല്ല, തേ അങ്ങയ്ക്ക് സംഘവാർത്ത, ഒരു കഥകളിലും ഭഗവാന് ആരോടെങ്കിലും ഒരു ബന്ധമുണ്ടായി വിട്ടുപിരിയാൻ വയ്യ എന്നുള്ള ആസക്തിയോടുകൂടിയുള്ള ഒരു ബന്ധത്തിൻ്റെ കഥയും ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് വൈരാഗ്യം എന്ന ഗുണവും ഭഗവാനുള്ളതാണ്. തദ്വാതാകാരവാസിൻ മുരഹര ഭഗവച്ഛബ്ദ മുഖ്യാശ്രയോസി. തദ്, അതുകൊണ്ട് വാതാകാരവാസിനായ ഭഗവാനെ, മുരഹര മുരാസുരനെ വധിച്ചവനുമായ ഭഗവാനെ, ഭഗവത് ശബ്ദ ഭഗവാൻ എന്ന ശബ്ദത്തിന് മുഖ്യാശ്രയോ അസി. മുഖ്യാശ്രയോ ഏറ്റവും അർഹനായിരിക്കുന്നത് അസി, അവിടുന്ന് ആകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി പറയാം. ഗുരുവായൂരപ്പനെ ഭഗവാൻ എന്ന് വിളിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ 6 ഭഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശ്രീ പരമേശ്വരൻ തുടങ്ങിയ ഈശ്വരന്മാരെ നിയന്ത്രിക്കുകയും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഐശ്വര്യമെന്ന ഗുണവും, ലോകത്തിലെ സർവ്വ തേജസ്സുകളെയും പിടിച്ചടക്കുന്ന സൂര്യൻ തുടങ്ങിയവയുടെ തേജസ്സിനെയും തോൽപ്പിക്കുന്ന വീര്യമെന്ന ഗുണവും,
പരിശുദ്ധമായ യശസ്സാണ് അങ്ങയുടേതെന്ന് നിഷ്കാമന്മാരായവർ പാടിപ്പുകഴ്ത്തുന്ന യശസ് എന്ന ഗുണവും അവിടുത്തെ മനോഹരമായ ശരീരത്തിലെ വക്ഷസിൽ സദാ ലക്ഷ്മീദേവി വിളയാടുന്നത് കൊണ്ട് ശ്രീ എന്ന ഗുണവും എല്ലാ കാര്യങ്ങളിലും അറിവുള്ളവനായതുകൊണ്ട് ജ്ഞാനം എന്ന ഗുണവും ആരുമായും ഒരു കഥകളിലും ആസക്തിയുള്ള ഒരു ബന്ധത്തെപ്പറ്റിയും അവിടുത്തെപ്പറ്റി കേട്ടിട്ടില്ല, അതിനാൽ തന്നെ വൈരാഗ്യം എന്ന ഗുണവും ഇങ്ങനെയുള്ള 6 ഭഗങ്ങളും ഉള്ളതിനാൽ ഭഗവാൻ എന്ന വാക്കിന് ഒരേ ഒരു അർഹൻ മഹാവിഷ്ണു ഭഗവാൻ മാത്രമാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നത്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീ അഖില വിദസി ന ക്വാപി തേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.